dear children, welcome to your maths class. Google Meet വഴിയുള്ള നമ്മുടെ ക്ലാസ്സിന് ചില പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ബോർഡ് യൂസ് ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ട്രയാങ്കിൾസിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? വാട്ട് ആർ ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ ഹാസ് 3 sides and 3 angles. അല്ലേ? A triangle is a geometrical figure with 3 sides and 3 angles. അതാണ് ട്രയാങ്കിളിന്റെ ഡെഫിനിഷൻ. 3 സൈഡ്സും 3 ആംഗിൾസും ഉള്ള ജോമെട്രിക്കൽ ഫിഗറിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അല്ലേ? വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ട്രയാങ്കിളിനെ പറ്റി അറിയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേറെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയുന്നത്? The sum of the 3 angles of a triangle is 180 degree. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അല്ലേ? അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇതിൽ കൂടുതലായിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ട്രയാങ്കിൾസിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്? നോക്കൂ, നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ, ഇവിടെ 3 ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ ട്രയാങ്കിൾ PQR ആൻഡ് ട്രയാങ്കിൾ ABC ആൻഡ് ഓൾസോ ട്രയാങ്കിൾ XYZ. അങ്ങനെ 3 ട്രയാങ്കിൾസ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അല്ലേ? നമുക്ക് ആ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ് ട്രയാങ്കിൾ നമ്മൾ നെയിം ചെയ്യുന്നത്? നമ്മൾ വേർട്ടിസസിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. എന്താ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ട്രയാങ്കിൾസിന്റെ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. പ്ലൂറൽ സെൻസിൽ നമ്മൾ വേർട്ടിസസ് എന്ന് പറയും. അപ്പൊ ഇവിടെ വേർട്ടെക്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് PQR. സോ ദിസ് ട്രയാങ്കിൾ ഇസ് ട്രയാങ്കിൾ PQR. It can be written as triangle PQR. Triangle PQR. So, triangle sides നമുക്ക് തന്നിട്ടുണ്ട്. Here that side PQ is equal to 3 centimeter. Side എഴുതി നോക്കൂ, PQ is equal to 3 centimeter. And QR, side QR is equal to 5 centimeter. And side PR is equal to 7 centimeter. Then 2 angles are given. Which are they? This angle. Which is this angle? That is angle P. Here angle P is equal to 50 degree. And angle R is equal to 30 degree. Then what is angle Q? We know that sum of the 3 angles of a triangle is 180 degree. Here, angle P is 50 degree, angle R is 30 degree, then 50 plus 30, 80 degree. Balance എത്ര വരുന്നു? 180 ആണ് ടോട്ടൽ ആംഗിൾ വേണ്ടത്. സോ 50 plus 30, 80. ഇനി ബാലൻസ് 100 ആണുള്ളത്. 80 plus 100 ആണല്ലോ 180 degree. So the third angle, angle Q is equal to 100 degree. Clear? So the sides are 3 cm, 5 cm and 7 cm, and the angles are 50 degree, 30 degree, and the third angle is 100 degree. അപ്പോൾ നമ്മൾ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ പല സ്ഥലത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദെൻ ഇനി നമ്മൾ ട്രയാങ്കിൾസിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം സൈഡ്സിന്റെ ബേസിൽ triangles are divided into 3. നമുക്ക് 3 ആയിട്ട് ട്രയാങ്കിൾസിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കൂ. Here the 3 sides are different. 3 സൈഡ്സും ഡിഫറെന്റ് ആണ്. Here 3 cm, 7 cm, 5 cm. സോ ഇങ്ങനെ 3 സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഞാൻ എഴുതിയത് കാണുന്നില്ലേ? സ്കെയിലിംഗ് ട്രയാങ്കിൾ, SCALENE, സ്കെയിലിംഗ് ട്രയാങ്കിൾ.
അപ്പൊ എന്താ സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിലേക്ക് വരാം. ഹിയർ ദ സൈഡ്സ് എ ബി ആൻഡ് എ സി ആർ ഈക്വൽ. രണ്ട് സൈഡ്സ് 4 സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ആ രണ്ട് സൈഡ്സും അവിടെ ഈക്വൽ ആയിട്ട് വരുന്നു അല്ലെ? പിന്നെ അവിടെ വേറൊരു സിമ്പൽ കൂടെ അവിടെ വരുന്നുണ്ട് ഉള്ളില്. എന്താണത്? അത് 90 ഡിഗ്രി ആണെന്ന് കാണിക്കുന്ന ഒരു സിമ്പിളാണ്. 90 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെന്ന് കാണിക്കുന്ന സിമ്പിളാണ്. സോ ഇൻ ദിസ് triangle ABC, the sides AB and AC are equal. So this triangle is called isosceles triangle. ഈ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേര് ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ്. അപ്പൊ എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല്? അതായത് 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് അതിന്റെ തേർഡ് സൈഡ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ 2 സൈഡ്സ് 4 സെന്റിമീറ്റർ ആണ്, തേർഡ് സൈഡ് അതിനേക്കാളും കൂടുതലാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. സോ ദിസ് ഇസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ആ ടേംസ് മറന്നു പോകരുത്. ഐസോസിലസ് ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. Then the third triangle. Here all the 3 sides are equal in triangle XYZ. ഈ ട്രയാങ്കിളിന്റെ പേര് XYZ ആണ്. ആ XYZ എന്നുള്ള ട്രയാങ്കിളിൽ 3 സൈഡ്സും ഈക്വൽ ആണ്. സോ ദാറ്റ് ട്രയാങ്കിൾ ഇസ് കോൾഡ് equilateral triangle. Equilateral triangle. അത് നമ്മൾ equilateral triangle എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. സൈഡ്സിന്റെ ബേസിൽ triangles are divided into 3. They are scaling triangle, isosceles triangle and equilateral triangle. Scaling triangle എന്ന് പറഞ്ഞാൽ 3 sides different ആയിട്ടുള്ള triangles. Then isosceles triangles എന്ന് പറഞ്ഞാൽ 2 sides equal ആയിട്ടുള്ള triangle. Then equilateral triangle എന്ന് പറഞ്ഞാൽ 3 sides equal ആയിട്ടുള്ള triangle. അപ്പൊ ഇങ്ങനെയാണ് സൈഡ്സിന്റെ ബേസിൽ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Then ഇനി നമുക്ക് ആംഗിൾസിന്റെ ബേസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ ആംഗിൾ 100 ഡിഗ്രി ആണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇൻ ദിസ് ട്രയാങ്കിൾ വി ക്യാൻ സീ ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. 90 ഡിഗ്രിനേക്കാളും കൂടുതലുള്ള ഒരു ആംഗിൾ നമുക്ക് ഈ ട്രയാങ്കിൾ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ആംഗിൾ Q. ഹിയർ ആംഗിൾ Q is equal to 100 degree, which is more than 90 degree. 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്, വലിയ ആംഗിൾ ആണ്. സോ അങ്ങനെ ഒരു 90 ഡിഗ്രിനേക്കാളും കൂടുതലുള്ള ആംഗിൾ വരുന്ന അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. This triangle is called obtuse triangle. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സ്കെയിലിംഗ് ട്രയാങ്കിൾ ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ കൂടിയാണ്. ബിക്കോസ് അവിടെ ഒരു ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രിയാണ് വരുന്നത്. സോ it is an obtuse triangle or obtuse angled triangle. Then ഈ ട്രയാങ്കിളിലേക്ക് വരാം. Here you can see a 90 degree angle. ഒരു 90 ഡിഗ്രി ആംഗിൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. സോ 90 ഡിഗ്രി ആംഗിൾ നമ്മൾ റൈറ്റ് ആംഗിൾ എന്നാണ് പറയാം. സോ ദിസ് ട്രയാങ്കിൾ is called right angled triangle. Right angled triangle. ഇതിനെ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതായത് ഏതെങ്കിലും ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ we can call it as right angled triangle. Then the third triangle. Third triangle എല്ലാ ആംഗിൾസും വരുന്നത് 60 ഡിഗ്രിയാണ്. All angles are equal and they are 60 degree each. ഓരോന്നും 60 ഡിഗ്രിയാണ് വരുന്നത്. So that triangle is called acute triangle. അതിന് നമ്മൾ acute angled triangle or acute triangle എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ആംഗിൾസും acute angles ആയാൽ, അതായത് ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾസ് ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ നമുക്ക് acute triangle എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആംഗിൾസിന്റെ ബേസിലും ട്രയാങ്കിൾസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. And they are obtuse angled triangle, right angled triangle and acute angled triangle. സൈഡ്സിന്റെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സ്കെയിലിംഗ് ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ ആൻഡ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ, എല്ലാ സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ.
അപ്പോൾ ട്രയാങ്കിൾസിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതെന്താണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, എൻ്റെ കയ്യിൽ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ട്രയാങ്കിൾസ് ഞാൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചേർത്ത് വെക്കുന്നു അല്ലേ. ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പം ഇത് കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചേർന്നിരുന്നു കഴിഞ്ഞാൽ we can say that these 2 triangles are equal. അപ്പോൾ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആവണമെങ്കിൽ അത് കോയിൻസൈഡ് ചെയ്യണം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചേർന്നിരിക്കണം. പക്ഷേ നമുക്കൊരു പ്രയാസമുള്ളത്, നമ്മുടെ നോട്ട്ബുക്കിൽ നമ്മൾ 2 ട്രയാങ്കിൾസ് വരച്ചു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് വെച്ച് നോക്കാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ചില ടെക്നിക്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്നത്. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു, അതാണ് ഈ ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക് തന്നിരുന്നു. അത് ഞാൻ നിങ്ങളോട് അന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ സൈഡ്സിൽ വരുന്ന 4 ട്രയാങ്കിൾസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചേർത്ത് വെച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? If the 3 sides of a triangle are equal to the 3 sides of another triangle, then the triangles are equal. അതായത് സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നുണ്ട്. സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് വേറെ ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് ചേർന്നിരിക്കും, ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ നോക്കൂ, ഈ ട്രയാങ്കിള് ഇങ്ങനെ ഈക്വൽ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ആ കാര്യം? അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും വേറെ ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. If the 3 sides of a triangle are equal to the 3 sides of another triangle, then we can say that the triangles are equal. So ഇവിടെ നോക്കൂ, ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചപ്പോൾ കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ സൈഡ്സ് കോയിൻസൈഡ് ചെയ്യുന്ന സമയത്ത്, സൈഡ്സ് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്ന സമയത്ത് അതിന്റെ കോർണേഴ്സും കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. കോർണേഴ്സ് നമ്മൾ ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആംഗിൾസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ആംഗിൾസും കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെ ആംഗിൾസ് ആണ് അവിടെ ഈക്വൽ ആയിട്ട് വരുന്നത്? അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ബോർഡിൽ നിങ്ങൾ 2 ഫിഗർ കാണുന്നുണ്ട്, ട്രയാങ്കിൾ PQR ആൻഡ് ട്രയാങ്കിൾ ABC. ഇതിന്റെ സൈഡ്സിന്റെ മെഷർമെന്റ്സ് ഞാനൊന്ന് എഴുതാം. ഹിയർ PQ 7 സെന്റിമീറ്റർ, PR 3 സെന്റിമീറ്റർ ആൻഡ് QR 5 സെന്റിമീറ്റർ. AB 7 സെന്റിമീറ്റർ, BC 3 സെന്റിമീറ്റർ and AC 5 centimeter. Here the 3 sides of triangle PQR are equal to the 3 sides of triangle ABC. ഇവിടുത്തെ സൈഡ്സ് 7, 5 and 3 ആണ്. ഇവിടെയും 7, 5 and 3 ആണ് അല്ലേ. അപ്പൊ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചേർന്നിരിക്കും, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നതിന് നമ്മൾ കോയിൻസൈഡ് ചെയ്യാമെന്ന് പറയാം. കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്ന സമയത്ത് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, ആംഗിൾസും കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആംഗിൾസും ഇവിടെ ഈക്വൽ ആവുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഏതൊക്കെ ആംഗിൾസ് ഇതിൽ ഈക്വൽ ആയിട്ട് വരുന്നത്? സോ ഹിയർ ദിസ് ട്രയാങ്കിൾ PQR ആൻഡ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ PQR ആൻഡ് ട്രയാങ്കിൾ ABC are equal. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിലെ ആംഗിൾസും കൂടെ ഈക്വൽ ആവുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആവുമെന്ന് നമുക്ക് നോക്കാം.
നമുക്ക് ആദ്യം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഒന്ന് എടുക്കാം. ഹിയർ പി ക്യു ഇസ് ഈക്വൽ ടു എ ബി. PQ and AB are equals, which is equals 7 cm. അതുപോലെ QR is equal to, or PR is equal to, PR is 3 cm. Here side BC is equal to 3 cm. So PR is equal to BC, which is equals 3 cm. Then the third side, PQ is equal to AC, which is equals 5 cm. അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആണുള്ളത് നമ്മളൊന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആംഗിൾസ് ഈക്വൽ ആവും നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആവുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഹിയർ ആംഗിൾ ആർ, ഇവിടെ ഉള്ളൊരു ആംഗിൾ ആണ്. ഇറ്റ് ഇസ് ആംഗിൾ ആർ. ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് അവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ഈ ആംഗിൾ കണ്ടാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. 90 ഡിഗ്രീനേക്കാളും കൂടുതലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഈ ഒബ്റ്റ്യൂസ് ആംഗിളിന് ഈക്വൽ ആയിട്ട് അപ്പുറത്തെ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ തന്നെ വരുള്ളൂ അല്ലേ? അവിടെ ഒറ്റ ഒബ്റ്റ്യൂസ് ആംഗിളേ ഉള്ളൂ. which is that is angle C. So here angle R is equal to angle C. Then രണ്ടിലും വരുന്ന വലിയ ആംഗിൾസ് ആണ്. ഇതിലെ ലാർജസ്റ്റ് ആംഗിൾ R ആണ്, മറ്റേ ട്രയാംഗിളിൽ ലാർജസ്റ്റ് ആംഗിൾ C ആണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് സ്മോളസ്റ്റ് ആംഗിളിലേക്ക് പോവാം. ഹിയർ ആംഗിൾ Q ആണ് ഇവിടുത്തെ സ്മോളസ്റ്റ് ആംഗിൾ. ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് എണ്ണം മാർക്ക് ചെയ്തിട്ടുള്ളത്. ആംഗിൾ Q and angle Q is equal to, മറ്റേ ട്രയാംഗിളിലെ സ്മോളസ്റ്റ് ആംഗിൾ ഏതാണ്? ഇത് ആംഗിൾ A. ഇതാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആംഗിൾ A. So here angle Q is equal to angle A. And the third angle or the medium sized angle. First നമ്മൾ ലാർജസ്റ്റ് ആംഗിൾ ആണ് പറഞ്ഞത്, പിന്നെ നമ്മൾ സ്മോളസ്റ്റ് ആംഗിൾ പറഞ്ഞു. ഇനി ഒരു മീഡിയം സൈസ്ഡ് ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ P. ഇതാണ് ഇവിടുത്തെ മീഡിയം സൈസ്ഡ് ആംഗിൾ. ഹിയർ ആംഗിൾ P is equal to angle B. So angle P is equal to angle B. Here RQ is equal to AC is equal to 5 cm. ഞാൻ നേരത്തെ PQ എന്നാണ് എഴുതിയത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. RQ ആണ് അവിടെ വരുന്നത്. RQ is equal to AC is equal to 5 cm. അത് എഴുതിയ സമയത്ത് ഒരു മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഇങ്ങനെയാണ് ആംഗിൾസ് ഈക്വൽ ആവുന്നത്. നമുക്കറിയാം സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞു. സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആംഗിൾസ് ഈക്വൽ ആവും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഏത് ആംഗിൾസ് ഈക്വൽ ആവുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കൂ. ഇവിടുത്തെ ലാർജസ്റ്റ് ആംഗിൾ, ഈ ആംഗിൾ ആണെന്ന് പറയുന്നത് ഇവിടുത്തെ ലാർജസ്റ്റ് ആംഗിൾ ആണ്. മാത്രമല്ല അത് 7 സെന്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ്. സോ 7 സെന്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ ആർ. ഇവിടെ ആംഗിൾ ആറിന് ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത് ആംഗിൾ സി ആണ്. ആംഗിൾ സി എന്ന് പറയുന്നതും is the angle opposite to the largest side. ലാർജസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ തന്നെയാണ്, 7 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ്. ഇനി ആംഗിൾ Q എന്ന് പറഞ്ഞാലോ, ആംഗിൾ Q is the angle opposite to the smallest side. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ്. 3ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഏറ്റവും ചെറിയ ആംഗിൾ. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ. Here the smallest angle is angle A, which is the angle opposite to side BC, which is the smallest side. അവിടെ സ്മോളസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 3 സെന്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് രണ്ടും ഈക്വൽ ആയി. ഇനി നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന ആംഗിൾ തന്നെ 5 സെന്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ്. ദാറ്റ് ഈസ് ആംഗിൾ P ആൻഡ് ആംഗിൾ B. ആ രണ്ട് ആംഗിൾസും ഇതുപോലെ ഈക്വൽ ആയി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ സൈഡ്സ് ഈക്വൽ ആവുന്ന സമയത്ത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് ഈക്വൽ ആവുന്നത്. സൈഡ്സ് ഈക്വൽ ആവുന്ന സമയത്ത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവുന്നത്. അതാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ തിയറം. എന്താ പറയുന്നത്? ഇഫ് ദ 3 sides of a triangle are equal to the 3 sides of another triangle, then the angles opposite to equal sides are also equal.
ഒന്നുകൂടെ ഞാൻ പറയാം. If the three sides of a triangle are equal to the three sides of another triangle, then the angles opposite to equal sides are also equal. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും വേറെ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ആ തിയറം. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ 2 തിയറം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് തിയറം എന്തായിരുന്നു? If the three sides of a triangle are equal to the three sides of another triangle, then the triangles are equal. 2 ട്രയാങ്കിൾസിലെ സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? If the three sides of a triangle are equal to the three sides of another triangle, then the angles opposite to equal sides are also equal. ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സ് വേറെ ട്രയാങ്കിളിലെ 3 സൈഡ്സിന് ഈക്വൽ ആയാൽ അതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയാസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകും. ഹിയർ 2 ട്രയാങ്കിൾസ് നിങ്ങൾ കാണുന്നുണ്ട്. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ XYZ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ XYZ, AB is equal to XY, AC is equal to YZ and BC is equal to XZ. ഇങ്ങനെ തന്നിട്ടുണ്ട്. AB is equal to XY, AC is equal to YZ and BC is equal to XZ. So we can see that these triangles are equal. ഈ ട്രയാങ്കിൾസിലെ ആംഗിൾ പിന്നെ സൈഡ്സ് ഈക്വൽ ആവുന്നുണ്ട്. അത് ഇവിടെ തന്നിട്ടുണ്ട്. സൈഡ്സിന്റെ മെഷർമെന്റ്സ് ഒന്നും തന്നിട്ടില്ല, ബട്ട് സൈഡ്സ് ഒക്കെ ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എഴുതാൻ പറ്റണം. റൈറ്റ് ദ ഈക്വൽ ആംഗിൾസ്. നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്കറിയാം ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് ഈക്വൽ ആവുക. അപ്പൊ ഇവിടെ AB ആൻഡ് XY ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. AB XY. അപ്പൊ ABക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ C. അത് എഴുതാൻ ശരിക്കും എളുപ്പമാണ്. കാരണം ഇവിടെ AB വരുന്നുണ്ട്. ABC എന്നുള്ളതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ അതിൽ C ആണ്. അപ്പൊ അതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ഫിഗറിൽ നോക്കാതെ തന്നെ എഴുതാം. ABന്റെ ഓപ്പോസിറ്റ് വരുന്നത് C ആണ്, ആംഗിൾ C. ആ AB എന്നുള്ള ആ സൈഡിൽ വരുന്ന 2 ലെറ്റേഴ്സും എയും ബിയും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ ലെറ്റർ ആയിട്ട് വരില്ല. അപ്പൊ പിന്നെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ ലെറ്റർ ആയിട്ട് C വരുള്ളൂ. സോ ഇറ്റ് ഇസ് ആംഗിൾ C. ഇസ് ഈക്വൽ ടു ABക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് XY ആണ്. അപ്പൊ XYന്റെ ഓപ്പോസിറ്റ് വരുന്നത് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ XYZ. സോ ആംഗിൾ Z. നോക്കുന്നുള്ളു. ABന്റെ ഓപ്പോസിറ്റ് ആംഗിൾ C, XYന്റെ ഓപ്പോസിറ്റ് ആംഗിൾ Z. അതുപോലെ AC is equal to YZ. ACന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വരിക എന്ന് പറഞ്ഞു നോക്കൂ. ACയിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്, സോ അതിന്റെ ഓപ്പോസിറ്റ് ഇസ് ആംഗിൾ B is equal to YZ, angle X. Then BC is equal to XZ. BC ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ A, which is equals XZ ന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ Y. അപ്പൊ ഇത് ഈ ഏരിയ എന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് തരുന്നു. ചിലപ്പോൾ നമുക്ക് അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ തരും. അതിൽ നമ്മൾ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ കണ്ടെത്താൻ പറയുന്നു. ആ ആംഗിൾസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള if the three sides of a triangle are equal to the three sides of another triangle, then the angles opposite to equal sides are also equal. ആ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. ഇനി ഇതിൽ അടുത്ത പ്രോബ്ലം നോക്കൂ. വേറൊരു പ്രോബ്ലം. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് ഈ തന്നിട്ടുള്ളത്. ക്വാഡ്രിലാറ്ററൽ, അതായത് 4 ABCD is a quadrilateral. നമ്മൾ 3 സൈഡിലെ ട്രയാങ്കിൾ എന്ന് പറയും. 4 സൈഡുള്ള ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഈ ക്വാഡ്രിലാറ്ററലിന് ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് BD. ഡയഗണൽ. അപ്പൊ ഈ BD എന്നുള്ള ഡയഗണൽ വരച്ച സമയത്ത് ഈ ക്വാഡ്രിലാറ്ററലിൽ 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറി. ഏതൊക്കെയാണ് 2 ട്രയാങ്കിൾസ്? വിച്ച് ആർ ദേ? ദാറ്റ് ഈസ് ട്രയാങ്കിൾ ABD, ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BDC. Are they equal? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോക്കൂ, ABD എന്നുള്ള ട്രയാങ്കിളിൽ 2 സൈഡ്സ് നമ്മൾ കാണുന്നുണ്ട്, 5 cm and 3 cm. മറ്റേ ട്രയാങ്കിളിൽ 2 സൈഡ്സ് കാണുന്നുണ്ട്, 5 cm and 3 cm. പക്ഷേ തേർഡ് സൈഡ് ഈക്വൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു അതിലെ 3 സൈഡ്സും ഈക്വൽ ആയിട്ടാണ് വരുന്നത്.
the three sides of triangle ABD are equal to the three sides of triangle BDC. എന്താ റീസൺ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്തായിരിക്കും അതിന്റെ റീസൺ? തേർഡ് സൈഡിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം the third side is the common side. അത് കോമൺ ആണ്. രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് തേർഡ് സൈഡ് അല്ലേ? രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സൈഡ് അല്ലേ ബി ഡി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മൂന്ന് സൈഡും മറ്റുള്ള മൂന്ന് സൈഡിനും ഈക്വൽ ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാം. ഹിയർ എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിൽ നമുക്ക് 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് അവിടെ. കാരണം ഈ ഡി എന്നുള്ള വെർട്ടെക്സിൽ രണ്ട് ആംഗിൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൂടാതെ എ ഡി സി എന്നുള്ള വലിയൊരു ആംഗിൾ കൂടി അവിടെ ഉണ്ട്. അപ്പോൾ 3 ആംഗിൾസ് അവിടെ ഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആംഗിൾ ഡി എന്ന് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഡി അല്ല, ദാറ്റ് ഇസ് ആംഗിൾ എ ഡി ബി. ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു, ഇവിടെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ഡി ബി സി. അതാണ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ്. ഇനി നമുക്ക് 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ ആണ് അല്ലേ? മറ്റേത് നമ്മൾ നേരത്തെ കാണിച്ചു 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളും, ഇവിടെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളും. ഇനി 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ ഈ ആംഗിളും, അതേമാതിരി ഇതിൽ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളും. എന്താണ് ഈ ആംഗിളിന്റെ പേര്? 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ ബി ഡിയിലുള്ള ട്രയാംഗിൾ. ആ ആംഗിളിന്റെ പേര് എന്താണ് പറഞ്ഞു നോക്കൂ. ആംഗിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു, ഇവിടെ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ബി ഡി സി. ഇതാണ് ഈക്വൽ ആയിട്ടുള്ള വേറെ ഒരു പെയർ ഓഫ് ആംഗിൾസ്. ഇനി അവസാനം നമുക്ക് ഏതൊക്കെ ആംഗിൾസാ? ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്. ഇവിടെ വരുന്നത് ആംഗിൾ എ, ഇവിടെ വരുന്നത് ആംഗിൾ സി. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. അപ്പൊ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ രണ്ട് സൈഡ് തന്നു, മറ്റേത് കോമൺ സൈഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 3 സൈഡ്സും ഈക്വൽ ആണെന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഉള്ള പ്രോബ്ലംസ് ആണ് ഈ ഏരിയയിൽ വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട്. ആ ചാപ്റ്ററിൽ ആദ്യമായിട്ട് വരുന്ന എക്സസൈസ് ഇത് ഈ ഐഡിയ യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മളെ ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.